എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ണിയപ്പം വളരെ കുറഞ്ഞ സമയത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം ഒരു 150 ഉണ്ണിയപ്പത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1.25 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പാത്രമാണ്. ഈ പാത്രത്തിൽ നിറയെ അരി എടുത്തിട്ടുണ്ടെങ്കിൽ അത് 1 കിലോ കാണും. ഇത് കുറച്ച് വെള്ളത്തിലേക്ക് കുതിരാൻ വേണ്ടി ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടെ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 250 മില്ലിയുടെ കപ്പാണ്. ഇതിൽ 1 കപ്പ് അരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോ ശർക്കരയ്ക്ക് കണക്കായിട്ടുള്ള അരിയാണിപ്പോൾ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇത് 500 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ശർക്കരയാണ്. ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കി വെക്കണം. എങ്കിൽ മാത്രമേ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും ഇത് തണുത്ത് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇത് അടുപ്പത്ത് വെച്ച് ചെറു തീയിലൊന്ന് ഉരുക്കിയെടുക്കാം. ഈ സമയമാകുമ്പോഴേക്ക് ഉണ്ണിയപ്പത്തിനാവശ്യമായ അരിയും പൊടിച്ച് തേങ്ങാക്കൊത്തും ഒന്ന് മുറിച്ച് വെക്കാം. അരിപ്പൊടി ഇവിടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് വലിപ്പമുള്ള കണ്ണിയിലാണ് ഇത് അരിച്ചെടുത്തിരിക്കുന്നത്. ഏറ്റവും ചെറിയ കണ്ണിയിൽ അരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. ഇതുപോലെ അരിപ്പൊടി അരിച്ചതിന് ശേഷം കിട്ടുന്ന തരി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് ഈ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. ഞാൻ അതിന് പകരം കുറച്ച് ചോറരച്ചാണ് ചേർക്കുന്നത്. ഈ സമയമായപ്പോഴേക്ക് ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് പാനിപ്പരുവത്തിലാകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. അടുത്തതായി തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് വറക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് 4 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നതിൽ 2 കാര്യമാണുള്ളത്. ഒന്ന് ടേസ്റ്റ് കൂടും, രണ്ടാമത് ഉണ്ണിയപ്പത്തിൻ്റെ അകം വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടും. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഗോൾഡൻ കളറാകുമ്പോഴേക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നെയ്യിൽ കിടന്നിത് കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരും. തേങ്ങാക്കൊത്ത് ഫ്രൈ ആയിട്ട് വരാൻ തുടങ്ങുമ്പോഴേക്ക് ചെറിയൊരു മണം വരാൻ തുടങ്ങും. ഈ സമയമാകുമ്പോഴേക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ നെയ്യിൽ കിടന്ന് തന്നെ തേങ്ങാക്കൊത്ത് കുറച്ചും കൂടെ നല്ലോണം ഫ്രൈ ആയിട്ട് വരും. തണുത്തതിന് ശേഷം ഇത് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് വറുക്കുന്നതിൻ്റെ തീ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തതായി ചെയ്യുന്നത് ഉണ്ണിയപ്പം സോഫ്റ്റ് ആവാനുള്ള കാര്യമാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചോറിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുതിർത്ത് വെച്ചിരുന്ന അരി മുഴുവൻ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചോറരച്ചത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ആദ്യം ചേർത്ത കൂട്ടുകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടിയും ശർക്കരപ്പാനിയും മിക്സ് ചെയ്യുമ്പോൾ കുറേശ്ശെയായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. എല്ലാം കൂടി ഒന്നിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിൻ്റെ പാകം മാറിപ്പോകും. ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് എടുത്തു വെച്ചിരുന്ന മുഴുവൻ അരിപ്പൊടിയും ആവശ്യത്തിന് ശർക്കരപ്പാനിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1/4 കപ്പ് ശർക്കരപ്പാനി ബാക്കിയുണ്ട്. അത് ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഈ കൂട്ടിന് ആവശ്യത്തിന് മധുരവും ആവശ്യത്തിന് പാകത്തിലുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ചേർക്കാത്തത്. 15 ഏലക്കായാണ് എടുത്തിരിക്കുന്നത്. ഏലക്കായുടെ ക്വാളിറ്റി അനുസരിച്ച് എണ്ണത്തിൽ മാറ്റം വരും. 2 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ എള്ള് ഇവയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏലക്കായും ജീരകവും ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഏലക്കായും ജീരകവും എള്ളും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഏലക്കായും ജീരകവും ചതച്ചതിന് ശേഷം ഈ ഏലക്കയുടെ തൊലിയൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഏലക്കായും ജീരകവും ഒരുവിധം ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയമായപ്പോഴേക്ക് വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തൊക്കെ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളർ കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ തീ ഓഫ് ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ണിയപ്പത്തിന് വേണ്ട എല്ലാ ചേരുവകളും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ പാകം മനസ്സിലാകും. ഈ ഒരു പാകത്തിൽ വേണം ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഈ കൂട്ടിനി 1 മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. ഉടനെ തന്നെ ഉണ്ണിയപ്പം ചുടാൻ തുടങ്ങും. ഉണ്ണിയപ്പ പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കുഴികളിൽ മാത്രമായിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. കൂട്ടൊഴിക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ പൊങ്ങി വരും. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുഴികളിലേക്ക് ആവശ്യത്തിന് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. കൂട്ട് മുഴുവൻ ഒഴിച്ചതിന് ശേഷം തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഇത് കൂട്ടൊഴിച്ചതിന് ശേഷം ഉടനെ തന്നെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അധികം ഒഴുകി പോകുന്നതിന് മുമ്പ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചു വിട്ടൊന്ന് വേവിച്ചെടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഉണ്ണിയപ്പം റെഡിയായിട്ട് കിട്ടും. 1.5 ലിറ്റർ അളവിലാണ് പച്ചരി ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. 1.5 ലിറ്റർ അളന്നെടുത്തപ്പോൾ 1.25 കിലോ പച്ചരിയാണ് ഉണ്ടായിരുന്നത്. ഇത്രയും അളവ് അരി എടുത്തപ്പോൾ 150 കൂടുതൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റി. ഇത്രയും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്ററിൽ കുറവേ എണ്ണ ആവശ്യമായിട്ട് വന്നുള്ളൂ. ഓണത്തിന് കുറേ പേർക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളവർക്ക് ഈ ഒരു റെസിപ്പി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കേണ്ട സമയത്ത് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒട്ടും റിസ്ക് ഇല്ലാത്ത ഉണ്ണിയപ്പം റെസിപ്പിയാണ് ഇത്. ഈ ഉണ്ണിയപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടി പഴമൊന്നും ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്ന് കേടാവുകയില്ല. കുറച്ച് ദിവസമൊക്കെ ഇത് കേടാകാതെ ഇരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകമൊക്കെ ഇതുപോലെ പെട്ടെന്ന് വെന്ത് വരും. ഒരുപാട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കേണ്ട സമയത്ത് ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ പണി വളരെ കുറഞ്ഞു കിട്ടും. ഇതിനു മുമ്പ് പാലപ്പം, ഉണ്ണിയപ്പം, ഇഡ്ഡലിയൊക്കെ ഇട്ടപ്പോൾ ഏതരിയാണെന്ന് പലരും ചോദിക്കുകയുണ്ടായി. ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ഏതരിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണെന്ന് മനസ്സിലാകും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.